ഡിയർ ആസ്പിരൻസ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് മോക്ക് ടെസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മോക്ക് ടെസ്റ്റ് എങ്ങനെ എഫക്റ്റീവായി എടുക്കാമെന്ന് അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. എങ്ങനെ എഫക്റ്റീവായി മോക്ക് ടെസ്റ്റ് എടുക്കാമെന്നുള്ള 5 കീ പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിന്റ്, ഹൗ ഓഫൺ ഷുഡ് യു ടേക്ക് ദ മോക്ക് ടെസ്റ്റ്. ഒരുപാട് മോക്ക് ടെസ്റ്റ് വെറുതെ എടുത്ത് സമയം കളയുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എടുത്താൽ മതി. നിങ്ങളുടെ സിലബസിലെ ഒരു 50% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റ് എടുക്കാം. ആൻഡ് 75% to 90% നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുക്കാവുന്നതാണ്. ആൻഡ് എക്സാമിന് മുന്നേ ആയിട്ട്, അതായത് 1 മാസം മുന്നേ മുതൽ എക്സാമിന്റെ 1 വീക്ക് മുന്നേ വരെ നിങ്ങൾ ഡെയിലി മസ്റ്റ് ആയിട്ടും മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഫുൾ മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് സെക്ഷണൽ ടെസ്റ്റുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും എല്ലാം നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, സിമുലേറ്റ് ദ റിയൽ എക്സാം എൻവയോൺമെന്റ് ഡ്യൂറിംഗ് ദ മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിസ്സാരം എന്ന് തോന്നിയേക്കാവുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കാറുള്ളത്. പല പല സമയങ്ങളിലായിട്ട്, രാവിലെ ഉണ്ടായിരിക്കാം, ഉച്ചക്കുണ്ടായിരിക്കാം, വൈകിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കിട്ടുന്ന സെന്ററിലുള്ള എൻവയോൺമെന്റും ഡിഫറെന്റ് ആയിരിക്കാം. ചില സ്ഥലങ്ങളിൽ ഫാൻ ഉണ്ടായിരിക്കാം, ചില സ്ഥലങ്ങളിൽ AC ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല, ചൂടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. സോ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തിരുന്ന് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിച്ചാൽ അത് നിങ്ങളുടെ റിയൽ എക്സാമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എല്ലാ എൻവയോൺമെന്റും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ടൈമിലും, ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിലും മോക്ക് ടെസ്റ്റ് എടുത്ത് ശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ റിയൽ എക്സാമിന് ഒരിക്കലും നിങ്ങൾക്ക് എക്സാം പോസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റിലും നോ പോസ് ഡ്യൂറിംഗ് ദ മോക്ക് ടെസ്റ്റ്. ഒരിക്കലും മോക്ക് ടെസ്റ്റ് പോസ് ചെയ്ത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കരുത്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, ആർട്ട് ഓഫ് സ്കിപ്പിംഗ്. ആർട്ട് ഓഫ് സ്കിപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അറിയില്ലെങ്കിലും നിങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ള സമയമാണ് അവിടെ ലോസ് ആവുന്നത്. സോ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ മാത്സ് ആൻഡ് റീസണിംഗിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും മാത്സ് ആൻഡ് റീസണിംഗിൽ 100% ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം ഫേസ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ അത് മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയൊരു ലോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ മാത്സും റീസണിങ്ങും 2 or 3 റൗണ്ട്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാതെയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യുക. ദെൻ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ തേർഡ് റൗണ്ടിലോട്ട് മാറ്റി വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിലുള്ള ടോപ്പിക്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഓർഡറും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSC പ്രിലിമിനറി എക്സാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ജനറൽ നോളജ്, രണ്ടാമതായി ഇംഗ്ലീഷ്, മൂന്നാമത് റീസണിങ്, നാലാമത് മാത്സ് എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ആൻഡ് GK നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം 5 മിനിറ്റും, ഇംഗ്ലീഷിന് 10 മിനിറ്റും, റീസണിങ്ങിന് 15 മിനിറ്റും, മാത്സിന് 25 മിനിറ്റുമായിട്ട് മാറ്റി വെക്കുക. ബാക്കി വരുന്ന 5 മിനിറ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടിയിട്ട്, അതായത് വീണ്ടും ഒന്നുകൂടെ നോക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, മോക്ക് അനാലിസിസ്. ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ മോക്ക് അനാലിസിസിന് വേണ്ടി മാറ്റി വെക്കണം. മോക്ക് അനാലിസിസിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു നോട്ട്ബുക്ക് മാറ്റി വെക്കുക. ആൻഡ് ഓരോ മോക്ക് എടുത്തു കഴിയുമ്പോഴും അതിന്റെ അനാലിസിസ് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക. റിവ്യൂ യുവർ റോങ് ആൻസേഴ്സ് ആസ് വെൽ ആസ് യുവർ റൈറ്റ് ആൻസേഴ്സ്. നിങ്ങൾക്കൊരു ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, ആൻഡ് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത മോക്ക് ടെസ്റ്റിൽ അത് വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇനിയൊരു ഉത്തരം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഉത്തരത്തിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എഫക്റ്റീവ് ആണോ എന്നുള്ളത് റീചെക്ക് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾസോ പ്ലാൻ യുവർ റിവിഷൻ സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദ മോക്ക് അനാലിസിസ്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ച് അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഈ ഒരു മോക്ക് അനാലിസിസിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡോണ്ട് ഗെറ്റ് ഡിമോട്ടിവേറ്റഡ് ബൈ യുവർ സ്കോർ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്ന സ്കോർ കണ്ട് ഒരിക്കലും നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആവാൻ പാടില്ല.
ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന സ്കോർ വളരെ കുറവായിരിക്കും. ബട്ട് ആ ഒരു കുറവ് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഇംപ്രൂവ് ചെയ്യാനുള്ള എനർജി ബൂസ്റ്റർ ആയിട്ട് എടുത്ത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. സോ ഇനി നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എടുക്കാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു 5 കീ പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടതാണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇൻ യുവർ റിയൽ എക്സാം. ഓൾ ദ ബെസ്റ്റ്.